സോ ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണിത്. എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടീവ് ആയി മാറുന്നത് എന്ന് അതിന്റെ പ്രസൻസ് അല്ലെ, എക്സിക്യൂട്ടീവ് പ്രസൻസ് എങ്ങനെയാണെന്ന് സാറ് തീർച്ചയായിട്ടും മനോജ് സാറിന്റെ എക്സ്പീരിയൻസിലൂടെ തന്നെ നമ്മളെ ആ സെഷനിലേക്ക് നയിക്കും എന്ന് വേണം നമ്മൾ കരുതാൻ. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കേട്ടിട്ട് നല്ല രസമുണ്ട് അല്ലേ? കേട്ടിട്ട് തന്നെ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. മനോജ് സാർ, യു ആർ വെൽക്കം. യെസ് സാബു സാർ, താങ്ക് യു സാബു സാർ. അപ്പോൾ നമ്മളിന്ന് വിവിധ സബ്ജക്റ്റുകളെ കുറിച്ച് സംസാരിക്കുന്ന ദിവസമാണ് സാറ്റർഡേ. ആ കൂട്ടത്തിലാണ് ഇങ്ങനൊരു സബ്ജക്റ്റ്, എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ഇന്നൊരു ക്ലാസ് ഇവിടെ ചെയ്യാവുന്ന സാബു സാറൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഫ്രേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ നമ്മുടെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന എല്ലാവരും എക്സിക്യൂട്ടീവ് പ്രസൻസ് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ പറയാം. ഉണ്ടോ ആരെങ്കിലും? എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്താണെന്ന് അറിയാവുന്നവര്? നമ്മൾ എല്ലാ ദിവസവും ശ്രമിക്കുന്നത് ഇതിനു വേണ്ടിയാണല്ലോ അല്ലേ? അതെ അതെ അതെ. അത് ചെയ്യുന്ന കാര്യത്തില് വളരെ ദുഷ്കാന്തി കാണിക്കണം. ശരിയാണ്. അതെ അതെ, തീർച്ചയായിട്ടും എല്ലാവരും എക്സിക്യൂട്ടീവ്സ് ആണ്. നമ്മളെല്ലാവരും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയും എല്ലാവരും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ പൊതുവെ ചെയ്യാറുള്ളത്. ഇപ്പം പ്രൊഫഷണൽ ലൈഫിലായാലും നമ്മുടെ വീട്ടിലും ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഒരു രീതിയിൽ നമ്മൾ പെരുമാറേണ്ട ഗ്രഹനായകനായിട്ട് നമ്മുടെ വീട്ടിലും വളരെ പ്രസക്തിയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റാണ് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രേസ് പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്റ്റഡീസിലും ഒക്കെ വന്നിട്ട് അധികാലമായിട്ടില്ല. ഇങ്ങനെ എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് മാത്രം പറഞ്ഞ് അതിനൊരു അവയർനെസ് ഒക്കെ ഉണ്ടായത് ഒരു 2014 കാലം മുതലൊക്കെയാണ്. അതിനുശേഷമാണ് മാനേജ്മെന്റ് സ്റ്റഡീസിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ ഫ്രേസിനെ കുറിച്ച് അറിയുന്നതും. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഉള്ളത് നമ്മുടെ ഈ ഇന്നത്തെ ഈ സമൂഹത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കും ഈ കാലഘട്ടങ്ങൾ മാറി വരുന്നതനുസരിച്ചിട്ട് നമുക്കൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന തൊഴിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു അപ്ഡേഷനും, തൊഴിലിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ള അവബോധമൊക്കെ ആണെങ്കിലും എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി നമുക്കൊക്കെ ഒരു ഉയർച്ചയും അല്ലെങ്കിൽ അതുമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് പെരുമാറാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നീങ്ങുമ്പോഴാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നമ്മുടെ യങ് ജനറേഷനിൽപ്പെട്ട മാനേജ്മെൻറ്റ് സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം കരിയർ തുടങ്ങുമ്പോൾ മുതലേ വേണ്ട കുറേ നമുക്ക് പ്രൊഫഷണലി അച്ചീവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തുടക്കം മുതൽ അതിനുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ പലരും എടുക്കാറുണ്ട്. ഇപ്പോൾ വളരെ അങ്ങനെ ഒരു കാലഘട്ടമാണ്. ടെക്നോളജി വളരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് പ്രസൻസും നമുക്ക് പ്രൊഫഷണലി നമ്മളെ എൻഹാൻസ് ചെയ്യുമെന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം പലരും അതിനെക്കുറിച്ച് സംസാരിക്കുക. റീസെൻ്റ്ലി പല മാനേജ്മെൻറ്റ് സ്റ്റഡീസിലും പല ട്രെയിനിങ്ങുകൾ പോലും എക്സിക്യൂട്ടീവ് പ്രസൻസിനെ കുറിച്ച് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു സെഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനെൻ്റെ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്, എക്സിക്യൂട്ടീവ് പ്രസൻസ്, കീ ടു ബിസിനസ് സക്സസ് ആൻഡ് പീപ്പിൾ റിസൾട്ട്. വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. അപ്പോൾ നമ്മുടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു എക്സിക്യൂട്ടീവിനെ കാണാം, അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു ടീമിനെയും കാണാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ എൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞത്, എന്താണ് എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്നും അത് എന്താണ് ഈ കാലഘട്ടത്തിലെ അതിനുള്ള പ്രസക്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ശരിക്കും ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു ബുക്ക് ഇറങ്ങി 2014 സിൽവിയ
ആൻ ഹ്യൂലറ്റ് എന്ന് പറഞ്ഞ ആൾ എഴുതിയ ബുക്കാണ് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ. ആ ബുക്കിൻ്റെ പേരാണ് ദ മിസ്സിംഗ് ലിങ്ക് ബിറ്റ്വീൻ മെറിറ്റ് ആൻഡ് സക്സസ്. അപ്പോൾ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. ആ മിസ് ചെയ്യുന്ന ലിങ്കിനെ കുറിച്ചാണ് ഈ ബുക്ക് ശരിക്കും പറഞ്ഞാൽ സിൽവിയ ആൻ എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ബുക്കായിരുന്നു ഇത്. സിൽവിയ ആൻ ഒരു എക്കണോമിസ്റ്റാണ്, ഒരു എൻ്റർപ്രനറാണ്, ട്രെയിനറാണ്. അവരുടെ നേതൃത്വത്തിൽ ഹ്യൂലറ്റ് കൺസൾട്ടിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു കൺസൾട്ടേഷൻ സെൻ്ററുണ്ട്, കരിയർ സെൻ്ററാണ്, ഇന്നോവേഷൻ, അങ്ങനെ ഒരുപാട് HR ഫീൽഡിനെ കുറിച്ചൊക്കെ ഒരുപാട് ഇന്നോവേഷൻസൊക്കെ നടത്തുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ്റെ CEO ആണ് ഹ്യൂലറ്റ്, സിൽവിയ ആൻ ഹ്യൂലറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടൊരു 3 പില്ലർ ഉണ്ട് ഈ കൺസെപ്റ്റിൻ്റെ ബേസിസിൽ. അതാണ്, ഒന്നാണ് ഗ്രാവിറ്റാസ് എന്ന് പറയും, ഹൗ യു ആക്ട് സീൻ ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട 3 പില്ലറിൽ കൂടിയാണ് ഈ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് കമ്മ്യൂണിക്കേഷൻ, ഹൗ യു സ്പീക്ക്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ദെൻ ദ തേർഡ് വൺ ഈസ് അപ്പിയറൻസ്, ഹൗ യു ലുക്ക്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്ന 3 പില്ലറും ഇതാണ് എൻ്റെ ടേക്ക് എവേസും ഒക്കെ ഉള്ളത്. നമ്മൾക്കും നോക്കാം അതിനെക്കുറിച്ച് വിശദമായിട്ട്. സോ ടു ബിഗിൻ വിത്ത്, വാട്ട് ഈസ് എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് ചോദിച്ചാൽ, എക്സിക്യൂട്ടീവ് പ്രസൻസ് ഈസ് അബൌട്ട് ഇൻസ്പയറിംഗ് കോൺഫിഡൻസ് ആൻഡ് ബീയിങ് പെർസീവ്ഡ് ആസ് എ ലീഡർ. അല്ലേ, ആത്മവിശ്വാസം വളർത്തി ഒരു ലീഡർ എങ്ങനെയാകാം ജനങ്ങളുടെ ഇടയിൽ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് പ്രസൻസ്. ഒരു സ്വഭാവമാണ് ആക്ച്വലി, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. ആരും ജനിച്ചു വീഴുന്നത് എക്സിക്യൂട്ടീവായിട്ടോ എക്സിക്യൂട്ടീവ് പ്രസൻസ് മൈൻഡഡ് ആയിട്ടോ ഒന്നുമല്ല, നമ്മൾ ഒരു സ്കില്ല് തന്നെയാണ് ആക്ച്വലി. സോ ഇറ്റ് ഇൻവോൾവ്സ് ബിഹേവിയേഴ്സ്, മൈൻഡ് സെറ്റ്സ് ആൻഡ് സ്കിൽസ് ദാറ്റ് മേക്ക് അതേഴ്സ് ബിലീവ് ഇൻ യു ആൻഡ് യുവർ കേപ്പബിലിറ്റി ടു ലീഡ്. അതാണ്, മറ്റുള്ളവർ നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിക്കുമല്ലോ. അപ്പോൾ അതാണ് ശരിക്കും ആ വിശ്വാസത്തിലൂടെ നമ്മൾ എങ്ങനെ സൊസൈറ്റിക്കും നമ്മുടെ ജോലിയിലും നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഒരു നല്ല ലീഡറായി, അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു, ജോലിയിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ എങ്ങനെ നമുക്കൊരു നല്ല ലീഡർ ആകാം. അതിന് നമുക്ക് ഈ പറയുന്ന കുറേ സ്വഭാവ രൂപീകരണം വേണം. നമ്മൾ തന്നെ ആ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസിൻ്റെ നമുക്ക് അങ്ങനൊരു പോളിഷ്നെസ് നമ്മുടെ ക്യാരക്ടറിൽ വരുന്നത്. അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദി എബിലിറ്റി ടു ഇൻസ്പയർ കോൺഫിഡൻസ് ഇൻ അതേഴ്സ്, മേക്കിംഗ് ദം ഫീൽ യു ആർ ദി ലീഡർ ആൻഡ് ക്യാൻ ബി ട്രസ്റ്റഡ്. അപ്പോൾ ശരിക്കും മറ്റുള്ളവർ നമ്മളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലായിടത്തും വേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മളൊക്കെ കരിയർ തുടങ്ങുന്നത് മുതൽ പഠനത്തിൽ പോലും ലീഡേഴ്സ് വേണം. പഠിക്കുമ്പോഴും നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നും കോളേജ് വിദ്യാഭ്യാസത്തിൽ നിന്നും കിട്ടാറുണ്ട്. അതിനുശേഷം ജോലിയിൽ കയറുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ശരിക്കും വേണ്ട ബിഹേവിയേഴ്സും മൈൻഡ് സെറ്റും സ്കില്ലും എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു സവിശേഷതയാണ് എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ. സോ നൗ ഇതാണ് നമ്മുടെ ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ചില ഒരു പ്രസംഗവേദിയിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് അവരുടെ പ്രസൻസ്, അവരുടെ ആ സാന്നിധ്യം, അവർ ചിലപ്പം അധികം സംസാരിക്കാതെയോ അവർ വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രസരിപ്പുണ്ട്. അവർക്കൊരു പ്രസരിപ്പുള്ളവരാണ്. ആ പ്രസരിപ്പ് മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. ശരിക്കും പറയാം, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണ് ഇത് കൂടുതൽ എഫക്റ്റീവ്. ഇപ്പോൾ നമ്മുടെ ഒരു ബോസ് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ബോസോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ CEOയോ അല്ലെങ്കിൽ അത് ഔദ്യോഗിക സ്ഥാനത്ത് ഏറ്റവും മേലെ ഇരിക്കുന്ന ഒരാളോ ഒക്കെ വരുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു മതിപ്പുണ്ടാവും.
അപ്പോൾ ആ മതിപ്പ് എങ്ങനെയാണ്? അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. അതാണ്. അപ്പോൾ അതിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയുണ്ട്? അത് നമുക്ക് എങ്ങനെയാകാം? നമുക്കും ആ ക്വാളിറ്റീസൊക്കെ നമ്മുടെ കരിയറിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ നമുക്കും എങ്ങനെയാകാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു പഠനമാണ് ശരിക്കും പറയാം. നമുക്കും അത് കോപ്പി ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന ഒരു ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിൽ കൂടി മാത്രമാണ് ഈ ക്വാളിറ്റി. ഇതിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുള്ള ഒരു അച്ചീവ്മെൻ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. അത് നമുക്ക് കോളേജിൽ പോയി കിട്ടും. പക്ഷേ ഇതല്ലാതെ തന്നെ കുറച്ചൊരു എക്സ്ട്രാ മൈൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു എക്സ്ട്രാ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സക്സസ് വേണം. ലൈഫിലായെങ്കിലും ജോലിയിലാണെങ്കിലും എല്ലായിടത്തും ഒരു വിജയം എന്നുള്ളതൊരു ആവശ്യമാണല്ലോ. എല്ലാ കാര്യത്തിലും വിജയിക്കാൻ എപ്പോഴും പറ്റില്ല. എങ്കിലും നമ്മൾ ചെയ്യുന്ന ആ ജോലിയിൽ കുറച്ച് കാലത്തേക്കെങ്കിലും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്താൽ അതിൻ്റേതായ ഗുണം നമ്മൾക്കും പേഴ്സണലി ഉണ്ടാവും, ആ സ്ഥാപനത്തിനുണ്ടാവും, ഒരുപക്ഷെ സൊസൈറ്റിയിലുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ വളരെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാലുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ഉയർച്ചയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്വഭാവ രൂപീകരണത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞെങ്കിലും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രസൻസ് നമ്മുടെ വീടുകളിലും ബാധകമാണ് ശരിക്കും പറഞ്ഞാൽ. അതെങ്ങനെയൊക്കെ ആണെന്നുള്ള നമുക്ക് നോക്കാം. കാം അണ്ടർ പ്രഷർ നമുക്കറിയാമായിരിക്കും. നമ്മുടെ വീടുകളിലാണെങ്കിലും പലതരത്തിലുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. വെൻ ടെൻഷൻ സ്റ്റേ കമ്പോസ്ഡ്, ലിസൺ ആക്റ്റീവ്ലി ആൻഡ് റെസ്പോണ്ട് വിത്ത് ക്ലാരിറ്റി റാദർ ദാൻ റിയാക്ട് ഇമോഷണലി. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ സമ്മർദ്ദങ്ങളിൽ വളരെ ശാന്തത പാലിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഗ്രഹനാഥന്മാരും ഗ്രഹനായികമാരും പേരൻസും ഒക്കെ ആയിട്ടുള്ളവർ പലതരത്തിലുള്ള ടെൻഷനിൽ കൂടിയും പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കുടുംബത്തിലായാൽ ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പോൾ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാവാം പലതരത്തിലും. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മളൊന്ന് ശാന്തത പാലിക്കുകയും ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യും. അത് സജീവമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ആ കാര്യത്തെ വലിയ വൈകാരികമായി ഒക്കെ പ്രതികരിക്കുന്നതിന് പകരം അത് വളരെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ എങ്ങനെ വളരെ ചിലപ്പം പ്രഷറിലായിരിക്കാം എങ്കിലും നമ്മൾ ആ ശാന്തത പാലിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ വരും. അത് നമ്മുടെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ശാന്തതയിലൂടെ. അപ്പോൾ അതൊരു പ്രസൻസ് അല്ലേ. രണ്ടാമത്തേതാണ് ഇൻറ്റൻഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇൻറ്റൻഷണൽ കമ്മ്യൂണിക്കേഷൻ രണ്ടാമത്തെ കാര്യമാണ്. അതെന്താണ്? സ്പീക്ക് വിത്ത് പർപ്പസ്. വെദർ യു ആർ സെറ്റിംഗ് ബൗണ്ടറീസ്, എക്സ്പ്രസിംഗ് അപ്രിസിയേഷൻ ഓർ ഗൈഡിങ് യുവർ ചിൽഡ്രൻ, യുവർ വേർഡ്സ് ക്യാരി വെയ്റ്റ് ബിക്കോസ് ദേ ആർ തോട്ട്ഫുൾ ആൻഡ് അലൈൻ വിത്ത് യുവർ വാല്യൂസ്. അപ്പോൾ മനഃപൂർവമായ ആശയവിനിമയമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വാക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യം, അല്ലെങ്കിൽ അവനൊരു അപ്രിസിയേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ കാര്യത്തിൽ, പ്രത്യേകിച്ചും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു കൺട്രോളിൽ നമുക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്പർ 3, ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈകാരികമായിട്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാനസികാവസ്ഥയിൽ കൂടെ പോകുമ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ മൂഡുണ്ടാകാം, മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, നമുക്കുണ്ടാകാം, നമ്മുടെ വീട്ടിലുള്ളവർക്കും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോട്ടീസ് ദോസ് കൈൻഡ്സ് ഓഫ് മൂഡ്സ്, റെസ്പോണ്ട് വിത്ത് എംപതി ആൻഡ് ക്രിയേറ്റ് സൈക്കോളജിക്കൽ സേഫ്റ്റി. യു ആർ നോട്ട് ജസ്റ്റ് പ്രസൻറ്റ് ഫിസിക്കലി, യു ആർ ഇമോഷണലി അവൈലബിൾ ആൻഡ് അറ്റ്യൂൺഡ്. അതാണ്. അപ്പോൾ വൈകാരികമായിട്ട് കൈകാര്യം ചെയ്യേണ്ട പല വിഷയങ്ങളും വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ അന്നേരത്തെ ആ മൂഡും അന്നേരത്തെയൊക്കെ വളരെ എമ്പതിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഇമോഷണൽ ബാലൻസ് ആണ്. അപ്പോൾ അത് നമ്മളുടെ വൈകാരിക ബുദ്ധി ഉപയോഗിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
അതും എക്സിക്യൂട്ടീവ് പ്രസൻസിൽ കൂടെ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം ലീഡിങ് ബൈ എക്സാമ്പിൾ. അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. എന്താണ് ലീഡിങ് ബൈ എക്സാമ്പിൾ? മോഡൽ ഇൻറ്റഗ്രിറ്റി, ഡിസിപ്ലിൻ ആൻഡ് കൈൻഡ്നസ് വെൻ യു മാനേജ് യുവർ ടൈം, ഹാൻഡിൽ സെറ്റ് ബാക്സ് ഓർ ട്രീറ്റ് അതേഴ്സ്. ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ പ്രവൃത്തിയായിരിക്കും ആ കാര്യത്തിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അധികം ഒന്നും സംസാരിക്കണ്ട, നമ്മളുടെ ഒരു പ്രവൃത്തി ആ കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അതാണ് ലീഡിങ് ബൈ എക്സാമ്പിൾ, മാതൃകയായിട്ട് നയിക്കുക. എന്ത് കാര്യമായിക്കോട്ടെ, വീട്ടിലെ കാര്യമൊക്കെ ആകുമ്പോൾ നമ്മളാണ് അത് ലീഡ് ചെയ്യുന്നത്. വളരെ സത്യസന്ധമായി, അച്ചടക്കത്തോടും ദയോടും കൂടിയൊക്കെ നമ്മൾ പല കാര്യങ്ങളും മാതൃകയാക്കി കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ വാക്കുകളേക്കാൾ കൂടുതൽ അവിടെ പ്രസക്തി പ്രവർത്തിക്കാണ്. അതാണ് ലീഡിങ് ബൈ എക്സാമ്പിൾ. ക്രിയേറ്റിംഗ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അടുത്തത്, സോ യുവർ പ്രസൻസ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി. ഫാമിലി മെമ്പേഴ്സ് ഫീൽ മോർ ഗ്രൗണ്ടഡ്, സപ്പോർട്ടഡ് ആൻഡ് ഇൻസ്പയർഡ് വെൻ യു ആർ അറൗണ്ട്. Not because you dominate, but because you hold space with strength and warmth. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുത്തു, നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും നടപടിയാകും. നമ്മുടെ കുടുംബാംഗങ്ങളും അതാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ പല വൈകാരികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ അംഗങ്ങൾക്കിടയിലും ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ആ പ്രസൻസ് പോലും പല കാര്യങ്ങളിലും നമുക്ക് ആ കാര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അടിത്തറയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളാണ് അവിടുത്തെ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആ റോൾ എടുക്കുന്ന ആളായിരിക്കും. അപ്പോൾ അവിടെ ഒരു എക്സിക്യൂട്ടീവ് പ്രസൻസ്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വളരെ കൃത്യതയോടും ഭംഗിയായും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ജീവിത സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ഒന്നിലും അങ്ങനെ അടിപ്പെടാതെ ജീവിതത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നയിക്കണമെങ്കിൽ ഈ പറയുന്ന കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമ്മുടെ വീട്ടിലും കാണിക്കണം എന്നാണ് പറയുന്നത്. നമുക്കിനി നോക്കാം, ഒരു ചെറിയൊരു കോട്ടാണ്. ഈ കോട്ട് ശരിക്കും ഇതൊരു അൺനോൺ ഓഥറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആരാ എഴുതിയിരിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. ഹൂ റോട്ട് ദിസ്? എന്താണ് ഇത് പറയുന്നത്? ഇൻ സൈലൻസ് ഐ ലിസൺ, ഇൻ ക്ലാരിറ്റി ഐ ഗൈഡ്, ഇൻ കൈൻഡ്നസ് ഐ ലീഡ്, മൈ പ്രസൻസ് ഈസ് പീസ്, എ ഫ്ലെയിം ദാറ്റ് വാണ്ട്സ് നോട്ട് ബേൺസ്. അല്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്തൊരു അർത്ഥമുണ്ട്, ഒരു മീനിങ് ഉണ്ട്, ഒരു വാല്യൂ ഉള്ള ഒരു കോട്ടാണ് ശരിക്കും. ലാസ്റ്റിലത്തെ ആ സെൻറ്റൻസിനെ നോക്കിയാൽ തന്നെ നമുക്കറിയാം, എ ഫ്ലെയിം ദാറ്റ് വാംസ് നോട്ട് ബേൺസ്. ഒരു ചെറിയ ചൂട് മാത്രമേ നമ്മൾ കൊടുക്കുന്നു, ഒന്നും നമ്മൾ കത്തിക്കുന്നില്ല. അപ്പം നമ്മളുടെ സാന്നിധ്യം എന്ന സമാധാനമാണ്. അപ്പോൾ അങ്ങനെ സൈലൻസിൽ കൂടി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ സൈലൻസ് തന്നെ പല കാര്യങ്ങൾക്കും ഒരു ഉത്തരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോട്ടിന് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസിൽ ഒരു സ്ഥാനമുണ്ടെന്ന് നമുക്ക് ഈ സെൻറ്റൻസ് കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. Now, let us look at some real examples of strong executive presence in leaders. നമുക്കറിയാവുന്ന കുറച്ച് ലീഡേഴ്സ് ഉണ്ട്. ഈ ക്വാളിറ്റി അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അങ്ങനെയുള്ള 2-3 പേരുടെ ഞാനിവിടെ കാണിക്കാം. ഒന്നും പറയാൻ ഒരു മുഖവുരയും ആവശ്യമില്ലാത്തൊരു മാന്യ ദേഹമാണ് ഇദ്ദേഹം, APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഹി വാസ് ആൻ ഇൻസ്പയറിംഗ് കമ്മ്യൂണിക്കേറ്റർ. അബ്ദുൽ കലാം സ്റ്റേജിലൊക്കെ വന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ശാന്തമായിട്ടിരിക്കും. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കാതോർത്ത് നമ്മൾ ഇരിക്കും. അത്രമാത്രം ഇൻസ്പയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു അബ്ദുൽ കലാം ജി. സോ ഹിസ് സ്പീച്ചസ് ആൻഡ് റൈറ്റിംഗ്സ് സ്റ്റേർഡ് ഹാർട്ട്സ് അക്രോസ് ദ ജനറേഷൻസ്. നമ്മുടെയൊക്കെ കുട്ടികൾക്ക് പോലും APJ അബ്ദുൽ കലാമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം അദ്ദേഹം പറയുന്ന ഓരോ വാക്കിലും
അത്രമാത്രം വാല്യൂസ് ഉള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷണറി ലീഡർഷിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഹിസ് റോൾ ഇൻ ഇന്ത്യാസ് മിസൈൽ ആൻഡ് സ്പേസ് പ്രോഗ്രാം ഷോക്കേസ്ഡ് ഹോൾഡിംഗ് തിങ്കിങ് ആൻഡ് ഡ്യൂബ് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ നോക്കിയിട്ടില്ല, എത്രയോ ചെറിയ സാഹചര്യം, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി ഇന്ത്യൻ പ്രസിഡൻ്റായ ആളാണ്. ഓക്കെ, അപ്പോൾ ആ ഹ്യൂമിലിറ്റിയൊക്കെ അദ്ദേഹം അവസാനം വരെയും കാത്തിരുന്നു. ഹി ഈസ് എ റിയൽ എക്സാമ്പിൾ ഓഫ് സ്ട്രോങ് എക്സിക്യൂട്ടീവ് പ്രസൻസ് ലൈക്ക് എ ലീഡർ. ഓക്കെ, അടുത്തതാണ് പ്രസൻസ് ബിയോണ്ട് ഹിസ് ടൈറ്റിൽസ്. ഈവൻ ആസ് പ്രസിഡന്റ് ഹി റിമൈൻഡ് accessible ആൻഡ് ഡീപ്ലി കണക്റ്റഡ് വിത്ത് ടു യൂത്ത് ആൻഡ് സയൻറ്റിസ്റ്റ് ലൈക്ക്. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, പ്രസംഗിക്കാനൊക്കെ കോളേജിലും സ്കൂളിലും ഒക്കെ ചെല്ലുമ്പോൾ യൂത്തിനോട് ഭയങ്കര കാര്യമായിരുന്നു അദ്ദേഹത്തിന്. അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അവരുടെ ഇടയിൽ നിന്ന് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അബ്ദുൽ കലാമിനെ നമ്മളൊക്കെ പല സ്റ്റേജുകളിലും പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ എക്സാമ്പിളാണ് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് ഉള്ള ലീഡർമാരിൽ ഒരാൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം, ഇതുപോലെ പലരും നമുക്ക് ഓരോരുത്തരെ എടുത്ത് നോക്കിയാൽ അറിയാം, പക്ഷെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ദേഹമാണ് ഇദ്ദേഹം. അടുത്ത ആരാണെന്ന് നോക്കാം. ഇദ്ദേഹത്തിന് യാതൊരു മുഖവരയുടെയും ആവശ്യമില്ല. രതൻ ടാറ്റ. Integrity and vision, that was his, number one quality. Tata's quiet strength and ethical leadership helped transform the Tata Group into global powerhouse. ലോകത്തിൻ്റെ വ്യവസായ ശൃംഖലയെ തന്നെ ടാറ്റയെ ശരിക്കും ആ ഒരു വേൾഡ് വൈഡ് നെറ്റ്വർക്കിൽ കൊണ്ടുവന്നത് ഇദ്ദേഹം തന്നെയാണ്. ക്രൈസിസ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഹിസ് കമ്പോസ്ഡ് ഹാൻഡ്ലിംഗ് ഓഫ് ദി 26/11 Mumbai attacks, especially his personal visit to Taj Hotel, demonstrated courage and compassion. ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അതോടൊപ്പം തന്നെ he was a very minimalist charisma person. He speaks softly but commands immense respect, embodying understated executive presence. ഇതിൻ്റെ പ്രത്യേകത ഇതായിരുന്നു. വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം ഈ ടാറ്റയുടെ ബോർഡിലൊക്കെ വന്ന സമയത്തൊക്കെ പലരും ചോദിക്കുമായിരുന്നു, ഇത്ര ശാന്തനായ ഒരാൾക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയുമെന്നൊക്കെ പോലും ആദ്യകാലങ്ങളിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഹി പ്രൂവ്ഡ് ഈസ് റിയലി എ ലീഡർ ആൻഡ് ഹി ക്യാൻ ഹാൻഡിൽ ദോസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്. ഇദ്ദേഹത്തിനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇദ്ദേഹത്തിൻ്റെ പേര് പറയാനായിട്ട് ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ ഈ പേഴ്സണാലിറ്റിയെ? വളരെ സുപരിചിതയാണ്. ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഇന്ദ്ര നോയി, ഫോർമർ CEO ഓഫ് പെപ്സിക്കോ. ഇവരെ കണ്ടു കാണും നമ്മുടെ TV ഷോകളിലും ഒക്കെ ആണെങ്കിലും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു? ഗ്രാവിറ്റാസ് ആൻഡ് ക്ലാരിറ്റി. നോയിസ് calm character, strategic clarity and ability to communicate complex ideas with simplicity made her a global icon. അതായിരുന്നു. വളരെ ഈ കാം ക്യാരക്ടർ ഉണ്ടായിരുന്നു. വളരെ ക്ലാരിറ്റിയോടാണ് നമ്മൾ ഇന്ദ്രയെ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ ക്ലാരിറ്റി ആയിട്ടാണ് പറയുന്നതെല്ലാം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, empathy and authenticity. She wrote personal letters to the parents of her top executives, showing deep emotional intelligence. അവരുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ടോപ്പ് എക്സിക്യൂട്ടീവിൻ്റെയൊക്കെ പേരൻസിന് അവർ കത്തയക്കുമായിരുന്നു, അവരുടെ മക്കളെക്കുറിച്ചൊക്കെയുള്ള നല്ല രീതിയിലുള്ള. അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനൊക്കെ കാണിക്കുന്ന ഹ്യൂമിലിറ്റിയും അവരെയൊക്കെയും പ്രസൻസ്, അവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിരുന്നു. ആൻഡ് ഷീ ഷോഡ് ദ കൾച്ചറൽ ബ്രേഡ്സ് ആസ് ആൻ ഇന്ത്യൻ വുമൺ ലീഡിങ് എ ഗ്ലോബൽ കോർപ്പറേഷൻ. ഷീ ബാലൻസ്ഡ് ട്രഡീഷൻ വിത്ത് ഇന്നോവേഷൻ, ഇൻസ്പയറിംഗ് കൗണ്ട്ലെസ് പ്രൊഫഷണൽസ്. അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സീനിയർ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ദേ മെയ്ഡ് ബിഗ് സക്സസ് ഇൻ പെപ്സിക്കോ. അപ്പോൾ ഇത് 2-3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ അറിവിലേക്ക്
നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കുമ്പോൾ ഒരുപാട് പേരെ നമ്മൾക്ക് എടുക്കാൻ പറ്റുമെങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ വന്ന 2-3 പേരുടെ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. Now let us look at what are the key elements of executive presence. Number 1, confidence, ആത്മവിശ്വാസം, അല്ലേ? Projecting assurance in meetings, communications and decisions. Carry yourself like a leader even through uncertainty. ആത്മവിശ്വാസം കാണിക്കുക. ചിലപ്പോൾ ഒരു അനിശ്ചിതത്വമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളിലും പറയുന്ന തീരുമാനങ്ങളിലൊക്കെ പറയുന്ന ആ ആത്മവിശ്വാസം, പ്രത്യേകിച്ച് മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ വേണ്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന വളരെ കോൺഫിഡൻസോടുകൂടി പറയുന്ന കാര്യങ്ങൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ഡിസിഷൻ, തീരുമാനങ്ങൾക്കൊക്കെയും വേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് നമ്മളിൽ വളർത്താൻ വേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ്, കമ്പോഷർ, സംയമനം എന്നൊക്കെ പറയും. റിമൈനിങ് കാം അണ്ടർ പ്രഷർ ആൻഡ് കൺട്രോളിങ് ഇമോഷണൽ റിയാക്ഷൻസ്, കമ്പോഷർ. ക്ലാരിറ്റി, കമ്മ്യൂണിക്കേറ്റ് സിംപ്ലി ആൻഡ് പവർഫുള്ളി, വെർബലി ആൻഡ് നോൺ വെർബലി. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം വളരെ ലളിതമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ശക്തമായ രീതിയിൽ പറയണം. അതിൽ വാക്കിൽ കൂടെയാണെങ്കിൽ വാക്കേതര രീതിയിൽ കൂടെയൊക്കെയാണ്. അപ്പം നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ make with a clarity. The next one is the gravitas. Actually, that is the show up of our personality and act like your best self every time. അത് നമ്മുടെ ഏതെല്ലാം സന്ദർഭങ്ങളിലായ ഉദ്ദേശശുദ്ധിയോടെ നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ആ മികച്ച വ്യക്തിത്വത്തെ നമ്മൾ അങ്ങനെ വേണം നമ്മൾ അപ്പിയർ ചെയ്യാൻ തന്നെ. അപ്പോൾ നമ്മൾ പ്രഷറിലും അല്ലെങ്കിൽ അതുപോലുള്ള സിറ്റുവേഷൻസൊക്കെ ആണെങ്കിൽ പോലും നമ്മളത് അത്ര പ്രകടിപ്പിക്കില്ല. അപ്പോൾ നമ്മുടെ ആ പ്രകടനത്തിൽ കൂടിയാണ് മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ കൂടി നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ എടുക്കാൻ പറ്റും. സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനും വേണ്ട ഒരു എലമെൻറ്റിൽ ഒന്ന് തന്നെയാണ് ഈ ഗ്രാവിറ്റാസ്. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊഫഷണലിസം ആൻഡ് പോളിഷിംഗ്. Dressing appropriately and presenting oneself with charisma while staying authentic. നമ്മുടെ ഡ്രസ്സിൽ ശരിക്കും പറഞ്ഞാൽ കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ഡ്രസ്സപ്പിലൊക്കെ എന്താണ് ഇത്രമാത്രം കാര്യമുണ്ട്. കാര്യം പ്രോപ്പറായിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുകയും അതനുസരിച്ചിട്ട് അപ്പിയർ ചെയ്യും. പ്രത്യേകിച്ചും ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസിലൊക്കെയുള്ള അല്ലെങ്കിൽ മാനേജറിയൽ പൊസിഷനിലൊക്കെയുള്ള അല്ലെങ്കിൽ ഏത് പൊസിഷനിലും ആയിക്കട്ടെ. അപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിലും വളരെ കാര്യമുണ്ട്. നമ്മുടെ ആ എക്സിക്യൂട്ടീവ് പ്രസൻസ് കാണിക്കാൻ മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ നമ്മുടെ ഡ്രസ്സിങ്ങിലും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്രൊഫഷണൽസിനെ ശരിക്കും പറഞ്ഞ ആൾക്കാർ നോക്കി കാണുന്നത് അവരുടെ ഈ അപ്പിയറൻസിൽ കൂടിയൊക്കെയാണ്. കാണുമ്പോൾ തന്നെ അവർക്കൊരു പ്രത്യേകത തോന്നണം. അതാണ് ആ കരിസ്മ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലമെൻറ്റ്സ്. മെയിനായിട്ട് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, വൈ ഡസ് എക്സിക്യൂട്ടീവ് പ്രസൻസ് മാറ്റർ? ഇത് എന്താണ് ഇതിൻ്റെ ഒരു വലിയ ആവശ്യം എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ് ബിൽഡ്സ് ട്രസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി. പീപ്പിൾ ഡിസൈഡ് ക്വിക്ക്ലി വെദർ എ ലീഡർ ഈസ് ക്രെഡിബിൾ. ഓക്കെ, എക്സിക്യൂട്ടീവ് പ്രസൻസ് ഹെൽപ്സ് യു project authenticity, clarity and calm qualities that reassure teams and stakeholders. ശരിക്കും നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ ഒക്കെ ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു ട്രസ്റ്റ് വർത്തിയായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഓക്കെ, ഇറ്റ് ബിൽഡ്സ് ട്രസ്റ്റ് വിതിൻ ദ പീപ്പിൾ അറൗണ്ട് യു. അടുത്തതാണ് ഇറ്റ് ആംപ്ലിഫൈ യുവർ മെസ്സേജ്. അപ്പോൾ നമ്മൾ നല്ല കോൺഫിഡൻറ്റോടു കൂടിയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിന് വേറൊരു ലെവലിലാണ് അത് കേൾക്കുന്നത്. സോ യു മൈറ്റ് ഹാവ് ബ്രില്യൻറ്റ് ഐഡിയാസ് ബട്ട് വിത്തൗട്ട് പ്രസൻസ് ദേ ക്യാൻ ഫോൾ ഫ്ലാറ്റ്. എക്സിക്യൂട്ടീവ് പ്രസൻസ് എൻഷുവേഴ്സ് യുവർ മെസ്സേജ് ലാൻഡ്സ് വിത്ത് ഇമ്പാക്ട് വെദർ യു ആർ ഇൻ എ
ബോർഡ് റൂം ഓർ ഓൺ എ സ്റ്റേജ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കാണും. ചിലപ്പോൾ ഒരു പക്ഷേ അത് മീറ്റിങ്ങിലാവാം, ഒരു പക്ഷേ നമ്മൾ ഒരു പ്രസംഗത്തിൽ കൂടിയൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ഐഡിയ ഒക്കെ കാണുമെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതി മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിൻ്റെ എഫക്റ്റ് അത്രയും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് പറയുന്ന അതിൻ്റെ വ്യക്തതയും അതിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ നമ്മൾ ഹൗ യു ആംപ്ലിഫൈ ദ സബ്ജക്റ്റ് ത്രൂ യുവർ മെസ്സേജ്. അപ്പോൾ അതാണ് വേറൊരു പോയിന്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഡ്രൈവ്സ് ഇൻഫ്ലുവൻസ് ബിയോണ്ട് അതോറിറ്റി. അതെങ്ങനെയാണ്? ട്രൂ ലീഡർഷിപ്പ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടൈറ്റിൽസ്. Executive presence allows you to influence decisions, shape culture, and inspire action even without formal power. നമുക്കറിയാം ചില കാര്യങ്ങൾ വലിയ പൊസിഷനൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ആ പൊസിഷനും ബിയോണ്ടായിട്ട് അല്ലെങ്കിൽ ആ പൊസിഷനേക്കാൾ അപ്പുറമായിട്ട് കാര്യങ്ങളൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് ചെയ്ത ചില ആൾക്കാരുണ്ട്. അവരുടെ ആ സ്ഥാനമാനങ്ങളൊന്നുമല്ല, അവർക്ക് അതിനേക്കാളും അപ്പുറത്തുള്ള കഴിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലരും പല ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വ്യക്തമായ പ്ലാനോടുകൂടി പദ്ധതിയോടുകൂടിയൊക്കെ എഫക്റ്റീവായിട്ട് നടപ്പാക്കാറുണ്ട്. അത് എക്സിക്യൂട്ടീവ് പ്രസൻസ് വേണ്ട കാര്യം അതുള്ളവർക്ക് മാത്രമേ അങ്ങനെ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ പദവിയോ പൊസിഷനോ സ്ഥാനപ്പേരോ അതൊന്നും ആയിരിക്കില്ല, അതൊന്നും അവർ മൈൻഡ് ചെയ്യാറുമില്ല. അതിനേക്കാളും ഒക്കെ വേണ്ട കാര്യങ്ങളിലായിരിക്കും അവരുടെ കൂടുതലുള്ള ശ്രദ്ധ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇറ്റ് എൻഹാൻസ് ടീം കോൺഫിഡൻസ്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും നമ്മളുടെ പ്രവർത്തികളെ നമ്മൾ അതിനെ എങ്ങനെ ലീഡ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ പോലും ആയിട്ടുള്ള നമ്മുടെ ആ റിലേഷൻഷിപ്പ് വരുന്നത്. സോ വെൻ ലീഡേഴ്സ് ഷോ കമ്പോഷർ ആൻഡ് കൺവിക്ഷൻ, teams feel safer, more motivated, and more aligned. Presence creates emotional stability in times of change or challenge. അതാണ് അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ അവരുടെ ആത്മവിശ്വാസത്തെ നമ്മുടെ ഈ ലീഡർഷിപ്പ് കോളിൽ കൂടെ അവരുടെ ആത്മവിശ്വാസത്തെ അത് കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ അത് വളരെ എഫക്റ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. So the next one is it accelerates career growth. So many promotions hinge not just on performance but on perception. Executive presence signals readiness for higher responsibility and leadership roles. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ അത്ര ബാധകമായിരിക്കില്ല, പ്രൈവറ്റ് ഓർഗനൈസേഷനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊമോഷൻസൊക്കെ കിട്ടുന്നത് ഈ ക്വാളിറ്റി ഉള്ളവർക്കായിരിക്കും. ചിലർക്ക് കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് ജമ്പിങ് പ്രൊമോഷനൊക്കെ ഓർഗനൈസേഷൻസ് കൊടുക്കാറുണ്ട്, അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുന്ന രീതി, അവർ ചെയ്യുന്ന രീതി അങ്ങനെ കണ്ടുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും രീതിയിലുള്ള പ്രൊമോഷൻസൊക്കെ വന്നിട്ട് നമ്മുടെ കരിയർ ഗ്രോത്തിനെ വളരെ സ്വാധീനിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസിൻ്റെ നമ്മൾ വളർത്തിയെടുത്താൽ കിട്ടുന്ന മറ്റൊരു കാര്യം. Now, how to develop this executive presence? അപ്പം നമ്മളിതെല്ലാം പറഞ്ഞെങ്കിലും എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. സെൽഫ് അസസ്മെൻറ്റ്. അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ഡെവലപ്മെൻറ്റ് ഏരിയാസ് ത്രൂ ഫീഡ്ബാക്ക് ആൻഡ് റിഫ്ലക്ഷൻ. നമ്മളെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തണം ഇടയ്ക്കിടയ്ക്ക്. ജോലിയിൽ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത് സ്വയം വിലയിരുത്തി നോക്കണം. അപ്പോഴേ നമുക്ക് ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ശക്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് പറ്റിയുള്ള ഫോൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് പലരുടെയും ഫീഡ്ബാക്കിൽ കൂടി, നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും ചിലപ്പം ആ കാര്യം ചെയ്തത് നന്നായി എന്നൊക്കെ പറയുന്ന ഫീഡ്ബാക്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
പ്രൊഫഷണലി ആണെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഫീഡ്ബാക്കിൽ കൂടിയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നെയുള്ളൊരു വിലയിരുത്തൽ ശരിക്കും ആവശ്യമാണ് ഇടയ്ക്കിടയ്ക്ക്. സെൽഫ് അസസ്മെൻറ്റ്. Number 2, tailored action plan. Focus on behaviors most relevant to your role and growth. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ആ ബിഹേവിയറിൽ എന്തൊക്കെ റോളാണ് നമുക്കുള്ളത്, അതിൻ്റെ ആ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം നമ്മുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതാണ് അതിൻ്റെ ആക്ഷൻ പ്ലാൻ. അതിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണത്. നമ്മുടെ കരിയർ ഗ്രോത്തിനാവാം, ബിസിനസ് പരം ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ നമ്മൾ ആ പ്രത്യേക കാര്യത്തിന് വേണ്ട റോളിൽ വേണ്ട കാര്യത്തിനെക്കുറിച്ചുള്ള ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത് ആക്ഷൻ പ്ലാൻ. നെക്സ്റ്റ് ഇത് റിലേഷൻഷിപ്പ് മാപ്പിംഗ് എന്ന് പറയും. ഡിഫൈൻ കീ റിലേഷൻഷിപ്സ്, ദെയർ വാല്യൂസ്, പെർസെപ്ഷൻസ് ആൻഡ് ഹൗ യു ഇൻട്രാക്ട് വിത്ത് ദം, അഡ്ജസ്റ്റ് ബിഹേവിയേഴ്സ് ടു സ്ട്രെങ്തൻ എക്സിക്യൂട്ടീവ് പെർസെൻറ്റ്. ഈ വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലായാലും നമ്മുടെ പ്രൊഫഷണലി നമ്മുടെ തൊഴിലായാലും ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കോ വർക്കേഴ്സും ഒക്കെ ആയിട്ട്. അത് മോശമായിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലിയെ തന്നെ പലതരത്തിലും അത് ബാധിക്കും. മെൻ്റലി ബാധിക്കാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ വ്യക്തതയിൽ ചിലപ്പം അത് പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മളത് ഡിഫൈൻ ചെയ്യണം. എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് ഞാൻ സൂക്ഷിക്കേണ്ടത്, ആ ബന്ധങ്ങളുടെ വാല്യൂ എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയാണ് അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് റിലേഷൻഷിപ്പ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ കണ്ടിന്യൂസ് ലേണിംഗ്. എൻഗേജ് ഇൻ വർക്ക്ഷോപ്സ്, കോച്ചിങ് ആൻഡ് പിയർ ഫീഡ്ബാക്ക് ഫോർ ഓൺഗോയിങ് ഇംപ്രൂവ്മെൻറ്റ്. പഠനം എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്ന ഒരു കാര്യമല്ല. ശരിക്കും നമുക്കൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഏത് തൊഴിലാണെങ്കിലും കണ്ടിന്യൂസ് ലേണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് തീർച്ചയായിട്ടും പ്രൊമോഷൻസ് അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് അവബോധം. ചിലരുണ്ട് എപ്പോഴും പഠിക്കുന്ന കൂട്ടത്തിലൊക്കെ തന്നെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പഠിക്കാൻ പോകുന്നവരുണ്ട്. പലരെയും നമുക്ക് കാണാം. പലരുമൊക്കെ ഈവനിങ് ക്ലാസ്സിലൊക്കെ പോകുന്നവരെ കാണാം. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റുഡിയസ് മൈൻഡാണ്. അത് എന്തിനാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കുന്ന ഇഷ്ടമാണ്, അതൊരു പാഷനായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ പഠിക്കുന്നത് അവരുടെ കരിയറിൽ പോലും നല്ല സക്സസ് ഒക്കെ കൊണ്ടുവരാനായിട്ടും അവർക്ക് സാധിക്കും. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ലേണിംഗ്. ദ ലാസ്റ്റ് വൺ ഇസ് എ ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർലി ഡിഫൈൻ പ്രോബ്ലംസ് ബിഫോർ സോൾവിങ്, പ്രയോറിറ്റൈസ്, സീക്ക് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡിസിഷൻ ഇഫക്റ്റീവ്ലി. അതാണല്ലോ. അപ്പം ഈ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ അറിയണം കൃത്യമായിട്ട്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് അത് ഡിഫൈൻ ചെയ്യുക, അതിനൊരു മുൻഗണന കൊടുക്കണം. അത് പല ആംഗിളിൽ നിന്നൊക്കെ നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എഫക്റ്റീവായിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് പല കാര്യങ്ങളിലും ഇൻക്ലൂഡിങ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോലും ചെയ്യണമെങ്കിൽ അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഇതിനെ നമുക്ക് സഹായിക്കുന്നത്. ആ തരത്തിൽ കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രശ്നങ്ങളെ വളരെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മളുടെ തീരുമാനങ്ങളൊക്കെ എടുക്കണം. അതാണ് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രസൻസിൽ തന്നെ നമുക്കറിയാൻ പറ്റും തീർച്ചയായിട്ടും വളരെ ബോൾഡായിരിക്കും, വളരെ കാമായിരിക്കും. എപ്പോഴും അവരുടെ പ്രസൻസിൽ തന്നെ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാനുള്ള ഒരു ബോധം, അത് നമ്മൾ കാണുമ്പോൾ അവരിൽ ഇതൊന്നും പ്രകടമായിരിക്കില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനും ഉള്ളൊരു മൈൻഡ് സെറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ കാണുന്ന ചില
അത് പെൺപെൺ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ നമുക്ക് ഓഫീസിലൊക്കെ ചെന്ന വളരെ പൊസിഷൻ, നല്ല ഹൈ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ലേഡീസിനെ കാണാൻ പറ്റും. വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇപ്പോൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട്. വെരി വെരി ബോൾഡ്. അപ്പോൾ അവരുടെ ആ പ്രാക്ടീസിൽ കൂടെയും അവരുടെ ആ സെൽഫ് ട്രെയിനിങ്ങിൽ കൂടിയൊക്കെയാണ് അങ്ങനെയുള്ള പൊസിഷൻസൊക്കെ അവർ അക്വയർ ചെയ്യുന്നത്. Now let's look at some practical tips for everyday impact. നമുക്ക് ചില ടിപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് ഹെൽപ്ഫുൾ ആണ്. Let us look at some of the tips, how it can help us. Make strong first impressions, show up intentionally and professionally. നമുക്കറിയില്ല, ഫസ്റ്റ് ഇംപ്രഷൻ ഇത് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ, നമ്മൾ അങ്ങനെ ഒരു മതിപ്പ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ചും ഈ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 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 കുറച്ച് ആൾക്കാരെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ നമുക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മതിപ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആൾക്കാരുടെ സപ്പോർട്ടും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നോ നമ്മുടെ സംസാരത്തിൽ നിന്നോ കമ്മ്യൂണിക്കേഷനിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കാതെ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതാണ്. അതൊരു പ്രാക്ടിക്കൽ ടിപ്പാണ്. Of course, next one is to communicate with clarity and confidence, both in person or maybe on the phone or via email. വ്യക്തപരമായ എന്താണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മളുടെയൊക്കെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ഇമെയിലുകൾ അയക്കേണ്ട കാലഘട്ടമാണ്, ഫോണിൽ അതിനേരം സംസാരിക്കേണ്ട. അപ്പോൾ എങ്ങനെയായാലും ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലാരിറ്റിയോടും കോൺഫിഡൻസോടുകൂടും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരു ടിപ്പാണ്. The next one is regularly assess and improve how others perceive you. The feedback is crucial. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ്, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ജോലിയാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ റെഗുലറായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരും അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നത്, അത് വലിയൊരു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അവരുടെ ഫീഡ്ബാക്കിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളിലൊന്നാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീഡ്ബാക്കിൽ കൂടി നമുക്ക് കറക്റ്റ് ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്, അവോയ്ഡ് കോമൺ pitfalls such as cancelling meetings and all. Consistency builds trust. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ എൻഗേജ് ആകുമ്പോൾ നമ്മൾ തന്നെ കമ്മിറ്റ് ചെയ്യും. ഞാൻ നാളെ 10 മണിക്ക് അവിടെ എത്തുന്നതായിരിക്കും, ആ മീറ്റിങ്ങിന് വരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഈ മീറ്റിങ്ങുകളൊക്കെ ഒരു പക്ഷേ മറന്നുപോകാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്യാൻസലാകും. വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്ന അത് മറന്നിട്ടാണ് ഇവിടെ നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഐ വിൽ കം ദെയർ ബൈ 10 o'clock എന്നൊക്കെ പറയും. അപ്പോൾ അത് ശരിക്കും അവോയ്ഡ് ചെയ്യണം. അപ്പം അതിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത് എന്താണ് പോസ്റ്റ്പോൺ ചെയ്യാതെ, ക്യാൻസൽ ചെയ്യാതെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത്, അതിനൊക്കെ ട്രാക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെക്കുന്നത് തന്നെ, പോസ്റ്റ്പോൺ ചെയ്യുന്നത് തന്നെ ആ കാര്യം നടക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുകളിലേക്കാണ്. ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്യുക, അത് നാളേക്ക് മാറ്റി വെച്ചാൽ അപ്പോഴത്തെ പല കാര്യങ്ങളും നമ്മളെ ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ ചിലപ്പം ചിലപ്പോൾ ഒരു ദിവസത്തെ കാര്യം മാറ്റിവെച്ചുകൊണ്ടാവും, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റിവെച്ചുകൊണ്ടാവും. സോ അവോയ്ഡ് സച്ച് കൈൻഡ് ഓഫ് ഡിലേസ്, ക്യാൻസലിങ് മീറ്റിങ്സ്. അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള നമുക്കൊരു വിശ്വാസം വളർത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ നാളെ 10 മണിക്ക് ഒരു കാര്യത്തിന് ചെല്ലാമെന്ന് പറഞ്ഞാൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദെയർ അറ്റ് 10 o'clock. അത് തന്നെ വലിയൊരു സ്വഭാവവിശേഷമാണ്. നമ്മൾ പലരും കാണാത്തതാണ്. പലരും നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഈ ട്രാഫിക്കിനെയൊക്കെ പഴിക്കുന്നവരുണ്ട്. നമ്മൾ 10 മണിക്ക് ഒരു മീറ്റിംഗ് സ്ഥലത്ത് ചെല്ലാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ നമുക്കറിയാം ആ പോകുന്ന സ്ഥലത്ത് വളരെ ട്രാഫിക് ജാമുള്ള സ്ഥലം ആയിരിക്കും. അപ്പോൾ നമ്മളതൊക്കെ കണക്കിലാക്കി ചിലപ്പോൾ 1 മണിക്കൂർ മുന്നേ പോകേണ്ട സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പോകണം. അപ്പം ഈ ടൈം മാനേജ്മെൻറ്റിലും ഈ കൃത്യതയിലും ഒക്കെ വളരെ ഒരു നിഷ്ഠത പാലിക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രൊഫഷണലി നമ്മൾ പ്രൊഫഷണലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. So these are some mastering the executive presence tips. So this is the most important 3-part formula. ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് 3 പില്ലറിനെ ഡിപ്പെൻഡ് ചെയ്താണ്
എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന്. അതിൽ നമ്പർ 1 കാര്യം എന്താണ്? കോൺഫിഡൻസ്. അപ്പോൾ സ്റ്റേ കാം ഡ്യൂറിങ് ക്രൈസിസ്. അതേഴ്സ് വാച്ച് യുവർ റിയാക്ഷൻസ്. അതാണ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ എന്താണ് പ്രതിസന്ധികളിലൊക്കെ നമ്മൾ വളരെ ശാന്തമായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം നമുക്ക് വളരെ കോൺഫിഡൻറ്റ് ചെയ്യാൻ പറ്റും. തന്നെയല്ല, ആൾക്കാർ നമ്മളെ നോക്കുന്നതും വേറൊരു കണ്ണിൽ കൂടിയായിരിക്കും. നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ഒക്കെ ആയി നോക്കിയിട്ടുണ്ടെങ്കിൽ സോ ദ പീപ്പിൾ വിൽ ഓൾസോ നോട്ടീസ് ദാറ്റ് യു ആർ അണ്ടർ ടെൻഷൻ. ട്രസ്റ്റ് യുവർ ഡിസിഷൻസ് വൺസ് മെയ്ഡ്. അവോയ്ഡ് സെക്കൻഡ് ഗസ്സിങ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഓക്കെ. കീപ് ഇമോഷൻ സ്റ്റഡി. നോ എക്സ്ട്രീം ഹൈസ് ഓർ ലോസ്. അപ്പോൾ നമ്മുടെ ആ ഇമോഷൻസിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ചിലപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഒരുപാട് ഹൈ ആകാതെ ഒരുപാട് ലോ ആകാതെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതാണ് വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. നമ്പർ 2 ഇത് അതോറിറ്റി. സോ മേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് ഡിലേ. ഏത് ഡിസിഷൻ ആയിക്കോട്ടെ, ഇഫ് യു ആർ ടേക്കിംഗ് ടൈം ടു any decision, so it will delay many of the things. So avoid that. Okay. And know your field deeply. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഫീൽഡിനെ കുറിച്ച് വളരെ അഗാധമായിട്ടുള്ള നോളജ് വേണം. നോളജ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പർട്ടിക്കുലർലി അതിൻ്റെ ഒരു അതോറിറ്റി ആണെന്ന് എല്ലാവരിലും ഉണ്ടാക്കുന്ന ഒരു തോന്നൽ പോലും അതാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഫീൽഡിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം. ഓൺ യുവർ ചോയ്സസ്, ഗുഡ് ഓർ ബാഡ്. അപ്പോൾ നമ്മൾ ചിലപ്പം എടുക്കുന്ന ഡിസിഷൻസൊക്കെ ചിലപ്പം തെറ്റാം, ചിലപ്പം മോശമാകാം, ചിലപ്പോൾ നന്നാകാം. അപ്പോൾ ഇതെല്ലാം നമ്മളെടുത്ത ചോയ്സുകളാണ്. സോ സ്റ്റിക്ക് ഓൺ ടു യുവർ ചോയ്സസ്. നമ്പർ 3 ദ ക്ലാരിറ്റി. യുവർ കമ്മ്യൂണിക്കേഷൻ പവർ. അപ്പം നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലാണ് ഈ ക്ലാരിറ്റി വേണ്ടത്. എവിടെയാണ്? തീർച്ചയായിട്ടും വേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തന്നെയാണ്. ഗെറ്റ് ടു ദ പോയിന്റ് ക്വിക്ക്ലി, നോ റാംബ്ലിങ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന കാര്യത്തിൽ ആ കൃത്യമായിട്ട് ആ പോയിന്റിൽ നിന്ന് തന്നെ സംസാരിക്കുക. മാച്ച് യുവർ മെസ്സേജ് ടു യുവർ ഓഡിയൻസ്. ഓക്കെ. അപ്പോൾ നമ്മളെ കേൾക്കുന്നവർക്ക് പറയുന്ന സബ്ജക്റ്റുമായിട്ടുള്ള ഒരു മാച്ചിങ് ഉണ്ടായിരിക്കണം. യൂസ് സിമ്പിൾ വേർഡ്സ് ഓവർ കോംപ്ലക്സ് വൺസ്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് ഉള്ള ആൾക്കാർ സംസാരിക്കുന്നതും അവരുടെ ആക്ഷൻസും ഒക്കെ ശ്രദ്ധിച്ചാൽ ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പല ഈ നമ്മൾ കാണുന്ന ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള കാണുന്നവരിൽ ഈ 3 പോയിന്റ് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അവർ അതോറിറ്റീവായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതാണ് അവരുടെ എബിലിറ്റി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 3-part ഫോർമുല to fast track success, how you can be successful, and stick on to these 3 pillars. So now the action for impact. Let us see what are some actions from our side to make some impact in the executive presence. Make every interaction count, be present and prepared. എല്ലാ ഇടപാടുകളും വളരെ പ്രധാനമായിട്ട് മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ഇടപെടലുകളൊക്കെ ആയാലും എല്ലാം കാര്യമായിട്ട് തന്നെ എടുക്കണം. അത് നമ്മൾ പ്രിപ്പയർഡുമായിട്ട് അതിനെക്കുറിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് പോകാനും പാടുള്ളൂ. സോ എവറി ആക്ഷൻ, ഇൻട്രാക്ഷൻ മസ്റ്റ് ബി കൗണ്ടഡ്. കൺസിസ്റ്റൻസി ഈസ് ക്രൂഷ്യൽ. കീപ് കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് ഫോളോ ത്രൂ. അപ്പോൾ സ്ഥിരത വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യങ്ങളും പ്രതിബദ്ധതയോടുകൂടി നമുക്ക് പാലിക്കാൻ പറ്റാതെ വരും. സോ ബി കൺസിസ്റ്റൻസ് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. അഡോപ്റ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എപ്പോഴും ഒരു വളർച്ചാ മനോഭാവം വേണം. നമ്മൾ ആ നിൽക്കുന്നിടത്തു നിന്ന് അവിടെ നിന്നല്ല, എല്ലാ കാര്യത്തിലും പടിപടിയായിട്ടുള്ള വളർച്ച നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഉണ്ടാവണം. ലേൺ, അഡാപ്റ്റ് ആൻഡ് ഇംപ്രൂവ് യുവർ എക്സിക്യൂട്ടീവ് പ്രസൻസ് റെഗുലർലി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വളർച്ചാ മനോഭാവം നമ്മളത് സ്ഥിരമായിട്ടായിരിക്കണം. അത് പഠിക്കുക, അതിനെക്കുറിച്ചുള്ളൊരു പഠനം ഉണ്ടാവണം. അത് നമ്മൾ പൊരുത്തപ്പെടണം, അത് മെച്ചപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഈ ക്വാളിറ്റി വളരെ ഉപകാരപ്പെടും.
Map out your relationships, very important. Identify key partners, their views and interactions. നമുക്കറിയാമല്ലോ, നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ ജോലിയിലൊക്കെ ആണെങ്കിലും നേരത്തെ പറഞ്ഞ മാതിരി ബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ചെയ്യുന്ന ജോലിയുമായിട്ട് ചിലപ്പം എല്ലാവരുമായിട്ടും നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് കീ പേഴ്സൺസ് ഉണ്ടാവും, നമ്മുടെ കീ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. ആരോട് സംസാരിച്ചാലാണ് നമ്മളുടെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആരാണ് ആ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്നത്, അവരുടെ വ്യൂ എന്താണെന്നൊക്കെ നമ്മൾ അറിയണം. നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു വൺ സൈഡഡ് ഡിസിഷൻസ് ഒക്കെ മേ ബി ഇറ്റ് വിൽ നോട്ട് ഗിവ് യു റിസൾട്ട്സ്. അപ്പോൾ അതാണ് ഈ റിലേഷൻഷിപ്പിലുള്ള പ്രത്യേകത. ടൈലർ യുവർ പ്രസൻസ്, ഫോക്കസ് ഓൺ ദ ബിഹേവിയേഴ്സ് that matter most at your level. അപ്പോൾ നമ്മുടെ ലെവലിൽ വരേണ്ട കാര്യങ്ങൾ, നമ്മളുടെ സാന്നിധ്യം എപ്പോഴും നമ്മൾ ഉറപ്പാക്കണം. അതുപോലെ നമ്മുടെ പെരുമാറ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ യു ഡീൽ വിത്ത് അതേഴ്സ്. സോ ദീസ് ആർ ദി ആക്ഷൻസ് ടു ഇമ്പാക്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ഷൻസ് ഫ്രം അവർ സൈഡ്. അപ്പോൾ അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് പ്രസൻസിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് ഇങ്ങനെയുള്ള ആക്ഷൻസ് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതാണ് സബു സാറേ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രസൻസിനെ കുറിച്ച് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞതും, ഇത്രയും നേരം അതിനെക്കുറിച്ചുള്ള അതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടന്റിൽ കൂടിയൊക്കെ പോയത്. അപ്പോൾ നമ്മുടെ സാറ് നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒക്കെയും വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ് എക്സിക്യൂട്ടീവ് പ്രസൻസ്. ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. വളരെ കൃത്യമായിട്ട് സാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. പ്രത്യേകിച്ച് സാർ കാണിച്ച ടെസ്റ്റിമോണിയൽസ് ഒക്കെ വളരെ വണ്ടർഫുൾ. നമ്മൾ അബ്ദുൽ കലാം ആണെങ്കിലും ജാഡി ടാറ്റ ആണെങ്കിലും ഒക്കെ വളരെ കൃത്യമായിട്ട് അവരുടെ മുഖത്ത് തന്നെ എക്സിക്യൂട്ടീവ് പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അവരൊന്നും സംസാരിക്കാതെ അവരുടെ ആ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് അവരുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകും. അതുതന്നെയാണ് ഒരുപക്ഷെ അവർ എത്രയൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവരത് ഉണ്ടാക്കിയത്. ഒരുപക്ഷെ അവരുടെ ലൈഫിനെ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ വളരെ ക്ലാരിറ്റിയോടുകൂടി അവരുടെ ലൈഫ് നമുക്ക് കൃത്യമായിട്ട് കാണാം, അല്ലേ? ഒരു പക്ഷാഭേദവും ഇല്ലാതെ, ഒരു വിധത്തിലുള്ള ഇൻജസ്റ്റിസും ഇല്ലാതെ, എന്നാൽ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ, ഹ്യൂമാനിറ്റിയുടെ തലത്തിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏതൊരു വ്യക്തിത്വത്തിനും ഇതുപോലെ ഒരു മുഖത്ത് ഒരു വലിയ ശോഭ, ഒരു എക്സിക്യൂട്ടീവ് പ്രസൻസ് ഉണ്ടാകും എന്ന് വളരെ മനോഹരമായി അതിൻ്റെ ഗൈഡ് ലൈൻസും അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്സും എല്ലാം സാർ വളരെ കൃത്യമായിട്ട്, നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണത്, അല്ലേ? നമ്മുടെ മുഖത്ത് നോക്കി ഒരു എക്സിക്യൂട്ടീവ് പ്രസൻസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ചില ക്രൈറ്റീരിയകളുണ്ട്. ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വാക്കുകളുടെ കാര്യത്തിലാണെങ്കിലും പോസ്റ്ററൊക്കെ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പലപ്പോഴും നമ്മളതൊക്കെ കെയർലെസ് ആയി പോകാറുണ്ട്. പക്ഷെ ചില വ്യക്തികൾ എത്ര കെയർലെസ് ആയാലും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് പ്രസൻസ് അവരുടെ മുമ്പിൽ ഉണ്ടാവും എന്നുള്ളൊരു മനോഹരമായ എക്സാമ്പിൾസാണ് സാർ കാണിച്ചത്. കാരണം ഒരു വിധത്തിലുള്ള കളങ്കവും അവരുടെ ജീവിതത്തിൽ കാണാതെ അത്ര പെർഫെക്റ്റായിട്ട് ലൈം ലൈറ്റിൽ നിൽക്കുന്നു. ഒരുപക്ഷെ സാധാരണക്കായ ഒത്തിരി വ്യക്തികളെ നമുക്കതുപോലെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹവും അത് തന്നെയാകട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആശംസിക്കാം. നമുക്ക് റോയ് സാറിലേക്ക് പോവാം. റോയ് സാർ. സാറ് എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണോ ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. എന്നാൽ അതും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. പിന്നെ സാർ പറഞ്ഞ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ, അതായത് എക്സിക്യൂട്ടീവ് പ്രസൻസിൻ പോവും. കാരണം ഏത് സ്ഥലത്തും ഒരു എക്സിക്യൂട്ടീവ് പ്രസൻസ് ഈസ് എ മസ്റ്റ്. പക്ഷേ അത് വിദ്യാഭ്യാസം കൊണ്ടൊന്നും പറ്റി. ഇതൊക്കെ അക്വയർ നോളജ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്വയർ നോളജ് ആണ്. അത് പരമ്പരാഗതമായിട്ട് വരുന്നവരുണ്ട്, എന്നാലും അതൊരു പ്രത്യേക കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരാൾ ഇന്ന സമയത്ത്
മീറ്റിംഗ് വെച്ചു, കറക്റ്റ് സമയത്ത് വന്നിരിക്കും എന്നൊരു കോൺഫിഡൻസ് ആ പാർട്ടിസിപ്പൻസിന് എല്ലാം ഉണ്ട് എങ്കിൽ ആ കറക്റ്റ് സമയത്ത് തന്നെ അവർ വരും. നേരെ മറിച്ച് കുഴപ്പമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞൊക്കെ തുടങ്ങുകയുള്ളൂ പല പ്രാവശ്യമായിട്ട് എന്ന് പറയുമ്പോൾ വരുന്നവരും ഒക്കെ അതുപോലെ സ്ലോ ആയിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ബസ് പോകുന്ന സമയം കറക്റ്റ് ക്ലോക്ക് സമയമായിട്ട് വയ്ക്കും. എന്നാൽ മറ്റ് വേറെ ബസ്സുകൾ വരുമ്പോഴൊന്നും ചില താമസിച്ചൊക്കെ വരുള്ളൂ. മറ്റേ ബസ് ആൾ കയറിയാലും ഇല്ലേലും അതേ സമയത്ത് പോകുമെന്ന് പറയുമ്പോൾ ആ ബസ്സിന് പോകാൻ വേണ്ടി എല്ലാവരും കറക്റ്റ് ടൈമിന് അവിടെ വന്ന് നിൽക്കും. നേരെ മറിച്ച് അത് സമയം തെറ്റി വരുന്നതും ഒക്കെ ആണ് എങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് പറയുന്നത് സമൂഹത്തിനും ബന്ധങ്ങൾക്കും എല്ലാം ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അത് സാറ് പല ഘടകങ്ങളും എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ അത് ശരിക്കും ഉൾക്കൊള്ളാനും പറ്റി. അപ്പോൾ നമ്മളും പരിശോധിച്ച് നോക്കുകയാണ്, ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് നമുക്കുണ്ടോ? കുറവുണ്ട് എങ്കിൽ അതൊക്കെ പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് വരെ സാറ് തന്നിട്ടുണ്ട്. വളരെയധികം ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയത്. ഈ പ്രാക്ടിക്കൽ ടിപ്സും എല്ലാം വളരെ ഇതായിട്ട് തോന്നി. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് ഈ ക്ലാസ് ഈ സെഷൻസ് ശ്രദ്ധിച്ച എല്ലാവർക്കും ഉണ്ടാകും. ഒരു എക്സിക്യൂട്ടീവ് പ്രസൻസ് നമ്മളിൽ ഉണ്ടാകണം എന്ന്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത മനോജ് സാറിന് വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു റോയ് സാർ. സാബു സാർ മ്യൂട്ടാണ് സാറേ. ഇനി ആരാ പറയുന്നേ? കൗമർ സാർ, അബ്ദുൽ സാർ, ദീപ മാം, ശുദ്ധോധനൻ ഡോക്ടർ. വളരെ അത്യാവശ്യമായിട്ട് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സാറ് പറഞ്ഞത്. ഒരു മുറുക്കാൻകട ആയാൽ പോലും കച്ചവടം നടന്നില്ലെങ്കിൽ രാവിലെ 10 മണിക്ക് തുറക്കണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ തുറന്നാൽ ഒരാളിന് ഒരു സാധനം വേണേ ഇന്നടുത്ത് കട കാണുമെന്നുള്ള ധൈര്യത്തെ ആള് പോയിരിക്കും. അല്ലെങ്കിൽ അവർ തുറക്കത്തൊന്നുമില്ല, അവർ വേറെ എവിടെയെങ്കിലും പോകും. ഒരു ചെറിയ കഥയല്ല, നടന്ന സംഭവം പറയാം. ഇവിടെങ്ങുമല്ല, തിരുവനന്തപുരത്തല്ല, എൻ്റെ സ്വന്തം സ്ഥലത്ത് കരുനാഗപ്പള്ളിയാണ് നടന്നത്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഒരാൾ അവിടെ തന്നെയാണ് ഇന്നും കിടക്കുന്നത് അറിയാം. അടുത്ത ഹോസ്പിറ്റലിൽ 2 പേർക്ക് രാത്രി 2 മരുന്ന് കുറിച്ചു കൊടുത്തു. അപ്പൊ ഈ മെഡിക്കൽ സ്റ്റോറുകാരൻ ഈ ഇവിടെ തന്നെയാണ് കിടക്കുന്നതെന്ന് അവർക്ക് നല്ലതൊന്നും അറിയാവുന്നതുകൊണ്ട് അവർ പലതവണ തട്ടിയിണക്കുകയും വിളിച്ചിണക്കുകയും ഒന്നും ആളിറങ്ങിയില്ല. ഒരാൾ അവിടെ നിന്നിട്ട് ഒരാൾ കൊല്ലത്ത് വന്ന് പിന്നെ അവിടുന്ന് മരുന്ന് വാങ്ങിക്കാൻ ഒരാൾ അവിടെ തട്ടി തുറന്ന് അകത്ത് കയറിയപ്പോൾ ആള് വിഷം അടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുക. ആളിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ അയാൾ സാധിച്ചു. അതായത് കറക്റ്റ് സമയത്ത് അവിടെ കിടക്കുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്, അവിടെ തന്നെയാണെന്നുള്ള അറിയാവുന്നതുകൊണ്ട് ആൾ രക്ഷപ്പെട്ടു, ഇങ്ങനെ സാധിച്ചു. അങ്ങനെ നല്ല കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് സാർ പറഞ്ഞത്. നല്ല കാര്യം. നമസ്കാരം. ഓക്കെ, അബ്ദുൽ സാർ, ദീപ മാം, ശുദ്ധോധനൻ ഡോക്ടർ, സ്നേഹലത മാം, കുഞ്ഞോയി മാസ്റ്റർ, ആർക്കെങ്കിലും? ബീന മാം, ഞാൻ സംസാരിക്കട്ടെ? പറയൂ. സാർ, സാറിന്റെ ക്ലാസ്സിലെ പോയിന്റ്സ് ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന് കൊടുക്കുന്ന ക്ലാസ് പോലെയായിരുന്നു അത്. ഈ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഒഫീഷ്യൽസ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഗ്രൂമിങ് സെഷൻ പോലെയുള്ള ഒരു ക്ലാസ് ആയിരുന്നു. പക്ഷെ അത് ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് കമ്പനികളിലോ സ്ഥാപനങ്ങളിലോ മാത്രമല്ല, നമ്മുടെ വീട്ടിലും നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഒരു വോളണ്ടറി സർവീസ് ഓർഗനൈസേഷനിലായാലും എല്ലാവരും നമ്മൾ കാത്തിരിക്കില്ലേ, ചില കീറാമുട്ടി വരുമ്പോൾ ഇന്നാൾ വരട്ടെ, വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ്, പിന്നെ അത് ശരീരഭാഷയിലും വർത്തമാനത്തിലും ഒക്കെ അതിൽ ഈ ഡീപ്പ് നോളജ് ഉള്ള ഒരു വെർബൽ ഭാഷയാണെങ്കിൽ മാത്രമേ, പാലക്കാടൻ ഭാഷ പറഞ്ഞ വളവള വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, ബ്ലാ ബ്ലാ ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ലേ, അത് കാര്യമില്ല. പക്ഷെ അളന്ന് തൂക്കിയ 2-3 വാചകങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്.
ഒരു ഗജിനി എന്നും പറഞ്ഞ് പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു സാർ, ഒരു തമിഴ് സിനിമ. സൂര്യയും അസീനും നയൻതാരയും ഒക്കെ അഭിനയിച്ച്. അപ്പൊ അതില് ഈ സൂര്യ ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസീൻ ഒരു കൂട്ടുകാരനെ ഇറക്കും, കമ്പനിയിലെ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ റിയൽ സൂര്യ അടുത്ത് ചെല്ലുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ സൂര്യ പഠിപ്പിക്കും, യുവർ കോൺഫിഡൻസ് ഷുഡ് റേഡിയേറ്റ് ഇൻ യുവർ ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞ് കൈപിടിച്ച് ഞെരുക്കലല്ല, പക്ഷെ ആത്മവിശ്വാസം അടിമുടിയും ഒരാളിന്റെ കൈപിടിച്ച് കുലുക്കലിൽ വരെ വരുന്ന രീതിയിൽ അത് അന്ന് കണ്ട ആ ഒരു 2005 മറ്റോ കണ്ട ഒരു സിനിമയായിരുന്നു. അതിപ്പോഴും മനസ്സിൽ കിടക്കുന്നത്. ഈ വലിയ പദവികളിൽ ഇരിക്കുന്നവരുമായിട്ട് ഒക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ ഭാഗ്യമുള്ളവർക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് അതിൽ. ഇതേപോലെ തന്നെ വേറൊരു സിനിമയുണ്ട് സാർ, ചന്ദ്രലേഖ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ശ്രീനിവാസനെ പിടിച്ച് നമ്മുടെ ചന്ദ്രലേഖ ബോധമില്ലാതെ കിടക്കുന്ന കമ്പനിയുടെ CEO ആയിട്ടോ MD ആയിട്ടോ അവിടെ ഇരുത്തും. അപ്പൊ പുള്ളി ജ്യൂസ് കച്ചവടക്കാരനായിരുന്നുകൊണ്ട് പുള്ളി ഈ പാൻറ്റൊക്കെ ഇട്ട് ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കയറൊക്കെ ഇട്ട് പാൻറ്റൊക്കെ കെട്ടി മറ്റേ അവിടെ ചെന്നിരുന്നിട്ട് മണി അടിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് വരുമെന്ന് പറഞ്ഞാൽ ജ്യൂസിന്റെ ക്വാളിറ്റിയാണ് പുള്ളി പറയുന്നത്. അത് നന്നാരി പോരാ, മധുരം കൂടുതലാണ്, ഇങ്ങനെയല്ല ജ്യൂസ് അടിക്കേണ്ടത്, കാരണം ജ്യൂസുകാരനായതുകൊണ്ട് അങ്ങനെ. അപ്പൊ ഈ വലിയ കസേരകളിൽ ഇരിക്കുന്ന ആളുകളും ഒക്കെ ആയിട്ട് പെരുമാറുമ്പോൾ നമുക്കത് ബോധ്യം. ഞാൻ ഈ വെറ്ററിനറി കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു കോളേജ്. അപ്പോൾ തീരെ പേഴ്സണാലിറ്റി ഇല്ലാത്ത, കാണാൻ ഒട്ടും വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ, അദ്ദേഹത്തിന്റെ പേരാണ് കാളീശ്വരൻ IAS, ഒരു തമിഴനാണ്. അദ്ദേഹം തമിഴ് IAS ഓഫീസറാണ്. അദ്ദേഹം ഈ അഗ്രികൾച്ചർ കോളേജിലെയും വെറ്ററിനറി കോളേജിലെയും എല്ലാ ഫംഗ്ഷനിലും അദ്ദേഹം വരും. വൈസ് ചാൻസലർ ആരെയും പേടിപ്പിക്കുകയോ പിടിച്ച് വിഴുങ്ങുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ അദ്ദേഹം വന്ന് സ്റ്റേജിലേക്ക് ഇരുന്നാൽ അതിൽ ഒരു തരംഗം ആ ഹാളിൽ മുഴുവൻ വ്യാപിക്കും. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഉണ്ടോ അല്ലെ ഫുൾ സ്യൂട്ടിലോ ഒന്നും വരുന്ന ആളല്ല. അദ്ദേഹം മൈക്കിന്റെ അടുത്തേക്ക് വന്ന് ഒരു 5-7 മിനിറ്റ് കൂടുതൽ സംസാരിക്കില്ല. പക്ഷെ ആ സംസാരത്തിൽ ആ വലിയ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഈ ഒരു വലിയ ഒരു കാരിസ്മ. അദ്ദേഹം കാണാൻ സുന്ദരനോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിയിട്ടോ ഒന്നുമല്ല അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിനൊരു 3-4 സഫാരി സൂട്ടേ ഉള്ളൂ. അതിട്ടിട്ട് അദ്ദേഹം വന്നിട്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ വലിയൊരു യൂണിവേഴ്സിറ്റി മുഴുവൻ അങ്ങനെ വൈബ്രന്റ് ആകുന്ന രീതിയിലുള്ള ചിലരായിട്ടാണ്. അതേപോലെ ഈ നമ്മുടെ ജിജി തോംസൺ കളക്ടറായിട്ട് പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് വളരെ അടുത്ത് എനിക്ക് പെരുമാറാൻ അവസരം ഉണ്ടായി. അദ്ദേഹം ഈ കണ്ടാൽ ഒരു നാണം കുണുങ്ങി ഒരാള് ഇങ്ങനെ ഒരു സ്ത്രൈണ ശബ്ദത്തിലൊക്കെ വർത്തമാനം പറയുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അങ്ങോട്ട് പോകുന്ന രീതി ഉണ്ടല്ലോ, അതായത് സൊല്യൂഷൻസ്, ഏത് പ്രശ്നം വന്നാലും കളക്ടർ വരട്ടെ എന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അദ്ദേഹം വന്നാൽ എല്ലാ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വിഷയം വന്നു കഴിഞ്ഞാൽ സിമ്പിൾ. ഞാനിപ്പോ ഒരു രഹസ്യം പറയാം, ഇതാരോടും പറയണ്ട നിങ്ങളെ. ഇന്ന് സന്തോഷ് ട്രോഫി പാലക്കാട് വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഞാനൊക്കെ എൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അതിനൊരുപാട് പണം വേണം, ഒരുപാട് ഈ താമസ സൗകര്യങ്ങൾ. അതായത് ബംഗാൾ ടീമുകളൊക്കെ ഇല്ലേ, നമ്മുടെ മോഹൻ ബഗാൻ, മറ്റേ അന്നത്തെ മുഹമ്മദൻ സ്പോർട്ടിങ്, അവരൊക്കെ വരുന്ന ഭയങ്കര ടീമുകൾ, ഗോവൻ ടീമും ഒക്കെ വരുന്ന അക്കോമഡേഷൻ തൃശ്ശൂർ പാലക്കാടൊക്കെയാണ്. അപ്പൊ അത് എങ്ങനെ പുള്ളി അത് കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് വളരെ സിമ്പിളായിട്ട് മലബാർ സിമെന്റിലെ MD വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു 4 ഹോട്ടലിന്റെ പേര് പറഞ്ഞിട്ട് അവിടുത്തെ ബില്ല് നിങ്ങളാണ് കൊടുക്കേണ്ടത്, നിങ്ങൾ അത് സെറ്റിൽ ചെയ്തോണം എന്ന് പറഞ്ഞു. BPLന്റെ നമ്മുടെ ഇപ്പോഴത്തെ ഇതല്ലേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ അമ്മയപ്പനെ, അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ അതൊന്നും പറ്റില്ല, ഞങ്ങളൊരു 50,000 രൂപ സംഭാവന കൊടുത്തേക്ക്. പുള്ളി വളരെ ചിരിച്ചോണ്ട്, ഞാൻ അടുത്തിരിക്കുന്നുണ്ട്, അപ്പോൾ ചിരിച്ചോണ്ട് പറഞ്ഞു ഓക്കെ സർ, താങ്ക് യു ഫോർ യുവർ കോൺട്രിബ്യൂഷൻ, താങ്ക് യു ഫോർ യുവർ ഓഫർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹം തൊട്ടടുത്ത് സെയിൽ ടാക്സ് കമ്മീഷനെ വിളിച്ചു പറഞ്ഞു, BPLന്റെ ഈ കൺസൈൻമെന്റ് വാളയാറിന്റെ അപ്പുറത്തേക്ക് പോവാതെ അതങ്ങ് ബ്ലോക്ക് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. സിമ്പിളാണ്. ഹി വാസ് സ്മൈലിംഗ്. ആൻഡ് അപ്പോൾ അടുത്ത ദിവസം ഉണ്ട് BPLന്റെ MD മാർക്കറ്റിംഗ് മാനേജറും എല്ലാം കൂടെ കളക്ടറെ കാണാൻ വന്നിരിക്കുന്നു. അതായത് വലിയൊരു പ്രശ്നമാണ് അത്. സിമ്പിളായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവരുടെ ഈ ടെലിവിഷൻ വണ്ടികളെല്ലാം കടന്നു പോകാനായിട്ട് അനുമതി കൊടുക്കുകയും. അതായത് വളരെ ക്വിക്ക് ഡിസിഷൻ, വളരെ ചിരിച്ചുകൊണ്ട്, വളരെ സ്മാർട്ടായിട്ട്, പക്ഷെ അധികം വർത്താനം പറയാതെ ചെയ്യുന്ന അങ്ങനെ കുറെ പേരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഇത് കാണാം. അതിനൊരു ഉദാഹരണം കൂടെ പറയാം സാർ. ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു വലിയ പ്രശസ്തനായ ഒരു അധ്യാപകനെ പ്രിൻസിപ്പലായിട്ട് നിയമിച്ചു. അപ്പോൾ അവിടെ കാണുമ്പോൾ ഈ പുള്ളിയുടെ പെർഫോമൻസ് കാണാനായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്, അവിടെ പറമ്പിലൊരു നായ വന്നു.
പുള്ളി ഒരു കല്ലും എടുത്തുകൊണ്ട് ഈ നായയുടെ പുറകെ ഓടുകയാണ്. ഈ അവിടെ 38 നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, ഈ പിയൂൺസും ആയയും ഡ്രൈവേഴ്സും ഒക്കെ ആയിട്ടുള്ള. ഈ പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് ഇറങ്ങിയ ഒരു നായ കണ്ടുകൊണ്ട് ഒരു കല്ലും എടുത്തുകൊണ്ട് അതിന്റെ പുറകെ ഓടുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാർ, എന്ത് പറ്റിയെന്ന് ചോദിച്ചവൻ പറഞ്ഞു, അല്ല ഇവിടുന്ന് ഒരു നായ വന്ന് അതിനെ ഓടിക്കാൻ ഞാൻ ഓടുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ നല്ല ടീച്ചറാണ്, ബെസ്റ്റ് അധ്യാപകനാണ്, പക്ഷെ ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ കഴിയുന്നില്ല. ആ എക്സിക്യൂട്ടീവ് പ്രസൻസ് ഫീൽ ചെയ്യിക്കുന്നതിൽ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ബോഡി ലാംഗ്വേജ് ആണ്, ശരീരഭാഷ. ശരീരഭാഷ എന്ന് പറഞ്ഞാൽ ഈ ചീപ്പ് തമാശയൊക്കെ കേട്ട് നമ്മുടെ ഈ ഇപ്പൊ മൊബൈലിൽ വരുന്ന റീൽസ് ഒക്കെ ഇല്ലേ, വെറും ലോ സ്റ്റാൻഡേർഡ് കളകള ആളുകൾ ഇരുന്ന് ചിരിക്കുന്ന നമ്മുടെ ആൾക്കാർ, അതേപോലെയുള്ള വൃത്തികെട്ട തമാശകളും തമാശകളൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു ബോസ് ഉണ്ടെങ്കിൽ ആ ടീം മൊത്തം അവരുടെ എന്താ പറയുക ഇന്റഗ്രിറ്റി കൊളാപ്സ് ചെയ്തു പോകും. അപ്പോൾ വെർബൽ ഭാഷ, അതുപോലെ ഡീപ്പ് നോളജും ഇതിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. എല്ലാ വിഷയത്തിനെ പറ്റി AI പറ്റിയിട്ട് അറിയാത്ത ഒരു സാധാരണ മനുഷ്യൻ പോലും ഇനി ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഒരു ചെറിയ വർക്ക്ഷോപ്പ് നടത്താൻ പോലും, ഒരു ചെറിയ PDA നടത്താൻ പോലും കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ഒരാളിന് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ബോസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2 കമ്പ്യൂട്ടറുകാരെ അപ്പുറം ഇപ്പുറം വെച്ചാൽ പോലും അതറിയാതെ അത് ഫങ്ഷൻ ചെയ്യിക്കാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു പ്രത്യേക ജനുസായിട്ട് മാറണം അത് സാർ. അത് ഈ അക്വയർ ചെയ്യൽ പാരമ്പര്യമായിട്ട് കുറച്ച് പേർക്ക് കിട്ടും അത്. കാരണം ഈ ബോൺ വിത്ത് സിൽവർ സ്പൂൺസ് എന്നൊക്കെ പറയുന്ന വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ജനിച്ചവരൊക്കെ അങ്ങനെയൊക്കെ അവർ കണ്ടു വളരുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഹൗ ദെയർ ഡാഡ്സ് ആൻഡ് ഹൗ ദെയർ ടോപ്പ് ഒഫീഷ്യൽസ് ബിഹേവ് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കമ്പനി എക്സിക്യൂട്ടീവ് പെട്ടെന്ന് റോഡ് സൈഡിൽ കാറ് നിർത്തിയിട്ട് ഒരു മരത്തിന്റെ താഴെ നിന്ന് മൂത്രമൊഴിക്കുന്ന നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? പെട്രോൾ പമ്പുകളുണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ധാരാളം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ചന്ദ്രലേഖയിലെ ശ്രീനിവാസനായിട്ട് ചിലരൊക്കെ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാറിന്റെ ക്ലാസ് ഗംഭീരമായിരുന്നു. അപ്പൊ ഞാൻ ഐ വാസ് ഇവാലുവേറ്റിംഗ് മൈസെൽഫ് വെദർ ഐ ആം റേഡിയേറ്റിംഗ് ദ എക്സിക്യൂട്ടീവ് പ്രസൻസ് ടു അതേഴ്സ്. ഫാമിലി, എൻ്റെ ഫാമിലിയിലാണ് അച്ഛനിങ് വരട്ടെ, ഏത് പ്രശ്നം വന്നാലും അച്ഛനിങ് വരട്ടെ, പരിഹാരം ഉണ്ടാവും എന്ന് എൻ്റെ മക്കൾ പറഞ്ഞാൽ ഐ എം പ്രൗഡ് ദാറ്റ് ഐ എം റേഡിയേറ്റിംഗ് ദാറ്റ് എക്സിക്യൂട്ടീവ് പ്രസൻസ് ടു മൈ ഫാമിലി. വൈഫ് പറയാണ്, അവരിങ്ങ് വരട്ടെ, വന്നാൽ അതിന് പരിഹാരം ആവും എന്ന് പറഞ്ഞ് ദേ ആർ വെയിറ്റിംഗ് ഫോർ അസ്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് പ്രസൻസ് അത് കോർപ്പറേറ്റ് കമ്പനി മാത്രമല്ല സാർ, വീട്ടിലായാലും എവിടെയായാലും. സാറിൻ്റെ ഈ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ക്ലാസ് ആയിരുന്നു അത് കേട്ടോ. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് തലത്തിൽ ടോപ്പ് ഒഫീഷ്യൽസിന് കൊടുക്കേണ്ട ഒരു ഗ്രൂമിംഗ് ആണ് സാർ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് തന്നത്. ഐ കൺക്ലൂഡ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. Thank you. മനോജ് സർ, വേറെ ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാനൊന്ന് പോയിക്കോട്ടെ. Yes, sir. No problem. ഓക്കെ സാർ, ഞാൻ നമ്മുടെ host ജോർജ് ആയിട്ടുണ്ട്. സാറിന്റെ Yes, yeah. ജോർജ് സാറിന്റെ മുഖം കണ്ടായിരുന്നല്ലോ. ജോർജ് സാറുണ്ട്. കുഞ്ഞുമി മാസ്റ്ററുണ്ട്. ആരാണ് ഫ്രീ ആൻഡ് സംസാരിക്കാം? Thank you, sir. Yep. Babu, sir, thank you very much. എക്സിക്യൂട്ടീവ് പ്രസൻസ് കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ഗുണങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥന് വേണ്ട പ്രത്യേകതകൾ, ഇതാണ് സാർ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനെപ്പറ്റിയാണ് സാർ വിവരിച്ചത്. വളരെ ഇൻഫോർമേറ്റീവായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രത്യേക ഗുണങ്ങൾ. കാരണം എല്ലാവരും നിർവഹണ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരുടെ വിജയത്തിന്, ജീവിത വിജയത്തിന് അവർ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൂട്ടത്തിൽ എനിക്ക് ഇവിടെ അടുത്ത് മാവൂർ ഗോളിയോറൻസിൽ ഉണ്ടായിരുന്നൊരു മേധാവിയെക്കുറിച്ച് ഓർമ്മ വരികയാണ്. RN സാബു എന്നായിരുന്നു അയാളുടെ പേര്. മാവൂർ ഗോളിയോറൻസ് ബിർള കമ്പനിയുടെ മാനേജർ. അദ്ദേഹം 40 കൊല്ലത്തോളം ഫാക്ടറി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. വളരെ കലുഷിതമായ പല പ്രശ്നങ്ങളും അന്തരീക്ഷങ്ങളും അവിടെ നേരിട്ടു. പരിസ്ഥിതി മലിനീകരണം, ഭൂമി ഏറ്റെടുക്കൽ, തൊഴിലാളി പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടും RN സാബു എന്ന ഗോളിയോറൻസിന്റെ മാനേജർ, അയാൾക്കുണ്ടായിരുന്ന ഗുണം നയപരമായിട്ട് കാര്യങ്ങൾ നീക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു. അയാൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ പരിഹരിക്കും.
അത് എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിന് ആവശ്യമായ വലിയൊരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ ആളുകൾക്കിടയിൽ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക. ഒരു കാര്യം മുന്നിട്ടിറങ്ങിയ ഒരാൾ വന്ന് മുന്നിട്ടിറങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇയാൾ ഇതിനെ വിശ്വസ്തനാണ്, ആ കാര്യം പൂർത്തിയാക്കി തരും, ഇയാൾ പിന്നിൽ അണിനിരന്നാൽ നമുക്കത് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യം, വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഇതിൽ പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള ഗുണങ്ങളാണ്. കാരണം നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കുടുംബനാഥൻ മുതൽക്ക് മേലോട്ട് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താവുന്ന ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ പറ്റിയാണ് മനോജ് സാറ് ഇവിടെ പ്രതിപാദിച്ചത്. വളരെ നല്ല സെഷൻ. താങ്ക് യു സർ, താങ്ക് യു. സാബു സാറിനും ഒരുപാട് അഭിവാദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു മാസ്റ്റർ, താങ്ക് യു. വേറെ ആരാണ്? നമ്മുടെ ജോർജ് സാർ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ രമാവതി മാഡത്തിനെ കാണുന്നുണ്ട്. സാറേ, ഞാനിപ്പോ പോയിട്ട് വന്നതേ ഉള്ളൂ. ക്ലാസ് പൂർണ്ണമായിട്ടും കേട്ടില്ല. ഇവിടുന്ന് കേട്ടിട്ട് പിന്നെ റോഡിൽ പോകുമ്പോഴും കുറച്ച് കേട്ടു. പിന്നെ അത് ഒരു ബുദ്ധിമുട്ടാണ്ടാന്ന് വിചാരിച്ച് ഞാൻ ലെഫ്റ്റ് അടിച്ചു. ഏതായാലും തുടക്കത്തിൽ തന്നെ എനിക്ക് ക്ലാസ് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ എല്ലാ ഗുണങ്ങളും എക്സിക്യൂട്ടീവ് അതായത് നമ്മളെ വീട്ടിൽ നിന്ന് അതിപ്പം നമ്മൾ പാരൻസ്, അതായത് ശരിക്കും പാരൻസ് റോൾ മോഡൽ ആവണമെന്ന് പറയാൻ കാരണം ഈ കുട്ടികൾ, സത്യം പറഞ്ഞാൽ കുട്ടികൾ നമ്മളെ കണ്ടിട്ടാണ് സാറേ സകല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ അവര് നമ്മളെന്താ നല്ല കാര്യം ചെയ്യുന്നത്, അതന്നെ ഞാൻ പറയാറുണ്ട്. ചിലപ്പോ ഈ പെട്ടെന്ന് സംഭാവനക്കാർ വരുമ്പോ ചില വീട്ടിൽ നിന്ന് അച്ഛൻ പോയി ഒളിക്ക്, ഭർത്താവിനോട് നിങ്ങൾ പോയി ഒളിക്ക്, ഞാൻ നിങ്ങളില്ല എന്ന് പറയാന്ന് കുട്ടികളെ മുമ്പ് എന്നാ പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് കളവ് പറയണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ഈ നമ്മളിപ്പം ജോലിയിലായാലും ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് സാറേ. കാരണം അതിൽ നമ്മുടെ പങ്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. അത് പറയുമ്പോൾ ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയാം സാർ. ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോൾ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ആദ്യമായിട്ട് അവിടെ വരികയാണ്. അതായത് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം, മൾട്ടിപർപ്പസ് സർവീസ് സെന്റർ ബാർ ജോബ് ക്ലബ്ബ് 10 ലക്ഷം ലോൺ കൊടുക്കും. 2 പേരെങ്കിലും വേണം. ആദ്യം 4 പേര്, പിന്നെ 2 പേരെങ്കിലും വേണം. അത് ഒരു അറിവും കൂടിയാണ് സാറേ. അത് 8 എടുത്താലും 10 എടുത്താലും 25% സബ്സിഡി ഉണ്ട് അതിന്. അതായത് 8 എടുത്താൽ പിന്നെ 2 ലക്ഷം സബ്സിഡി ഉണ്ട് 2 പേരും കൂടി നോക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് തുടങ്ങുമ്പോ സാറിന് എൻ്റെ ഡിഒന് തിരുവനന്തപുരം പോകണം ട്രെയിനിങ്ങിന്. അപ്പൊ ഞാൻ സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫീസറാണ്. എന്നോട് പറഞ്ഞു, രമാവതി എന്താ ചെയ്യാ, ഇതിനിപ്പോ ഒരു പരസ്യം പോലെ എല്ലാം വേണമല്ലോ, ഉദ്ഘാടനത്തിന് നമുക്ക് MLA-നെല്ലാം വിളിക്കാം, പക്ഷെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്തു സാറേ, തിരുവനന്തപുരത്ത് സാറ് പോയിട്ടാകുമ്പോ നേരെ മാതൃഭൂമി ഓഫീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് MLA ഉദ്ഘാടനം ചെയ്യുന്നത്, നിങ്ങൾ എന്തായാലും അതിനുള്ള സഹായങ്ങൾ ചെയ്യണം, ഒരു ബോർഡ് വെക്കണം എന്ന് പറയുമ്പോ അവരെന്താ ചെയ്താറ് സാറേ, പിന്നെ കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ അടുത്ത് തുടങ്ങുന്ന നേരത്തെ തന്നെ വലിയ കമാനം പോലത്തെ വെച്ചിട്ട് അതില് മൾട്ടിപർപ്പസ് ജോബ് ക്ലബ് ഇന്നാൾ ഉദ്ഘാടനം എന്ന് വെച്ചിട്ട് അടിയിൽ അവരുടെ മാതൃഭൂമിന്റെ പരസ്യം വെച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്റെ സീനിയർ ആയിട്ടുള്ള ഓഫീസർ വരുമ്പോ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ സാറേ, പറഞ്ഞു ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല കുട്ടി എന്നാ പറഞ്ഞത്. കാരണം നമ്മൾ എങ്ങനെയെല്ലാം നല്ല രീതിയിലാക്കാൻ പറ്റും, അങ്ങനെയെല്ലാം ലൈഫിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഞാൻ പിന്നീട് കേട്ടോളാം ഇത്. സാബു സാർ, ബിഗ് സല്യൂട്ട്. ഓക്കെ, അപ്പൊ അതാണ് എക്സിക്യൂട്ടീവ് പ്രസൻസിനെ കുറിച്ച് എന്താണ് ജോർജ് സാറിന് പറയാനുള്ള? താങ്ക് യു മനോജ് സാറേ. ഞാൻ വളരെ വൈകിയാണ് ക്ലാസ്സിലെത്തിയത് സാറേ. അപ്പൊ ഞാൻ എന്താണ് കമന്റ്സ് കേൾക്കാം, സാറിന്റെ ക്ലാസ് ആയിരുന്നല്ലോ, അതുകൊണ്ടും കൂടിയാണ് വൈകിയാണെങ്കിലും കയറണം എന്ന് കരുതി ആ റിമാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സാറിന്റെ ക്ലാസ്സുകൾ എന്നും പുറത്താണല്ലോ. തീർച്ചയായിട്ടും കമന്റ്സ് കേട്ടപ്പോഴേ തന്നെ അറിയാം. എനിക്കത് കേൾക്കാൻ ലൈവായിട്ട് കേൾക്കാതിരുന്നത് നഷ്ടമായി പോയി. ഞാൻ പക്ഷെ കേൾക്കും. താങ്ക് യു സാർ, താങ്ക് യു, കൺഗ്രാജുലേഷൻ, ഓൾ ദി ബെസ്റ്റ്. യെസ്, അപ്പോൾ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് പേഴ്സൺസിൽ കൂടി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എങ്ങനെ കൊണ്ടുവരാമെന്നതിനെ കുറിച്ചായിരുന്നു മുഖ്യമായിട്ട്. അത്
നമ്മുടെ വീടുകളിലടക്കം അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെയും വളരെ എവിടെയാണേലും വേണം. എഫക്റ്റീവായിട്ട്. അതെ, അപ്പം നമുക്ക് എല്ലാവരിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉള്ളവരാണല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ മെച്ചമായിട്ട്, ഇപ്പം ഡോക്ടർ സുധോനൊക്കെ പറഞ്ഞു, നമ്മളെ ഇപ്പോൾ കോർപ്പറേറ്റ് മേഖലകളിലൊക്കെ ഞാൻ ഈയിടെ ഒരു സെഷനിൽ അവിടെ ജോയിൻ ചെയ്ത കുറേ ജൂനിയർ പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യുന്ന കുറേ ട്രെയിനീസൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഇത് ഞാൻ അവതരിപ്പിച്ചപ്പം അതിൻ്റെ CEO ഒക്കെ ആയിട്ടിരുന്ന ആൾക്കാരെ അവരുടെ അണ്ടറിലുള്ള കുറേ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത് ചെയ്ത് അവരിൽ തന്നെ ഒരു അവബോധം ഉണ്ടാക്കാൻ, അപ്പം ഇത് സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ചും കരിയറൊക്കെ തുടങ്ങുന്നവർക്ക് വലിയ. അപ്പോൾ അങ്ങനെ അതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആരിലൊക്കെ കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. ചിലർ വളരെ എഫക്റ്റീവായിട്ട്, ചിലരുടെ ഒരു പ്രസൻസ് തന്നെ മതിയാവും കാര്യങ്ങളൊക്കെ നടക്കാനും. ക്വാളിറ്റീസാണ്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തൊഴിൽപരമായിട്ടും അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടും ഇപ്പോൾ സുധീറൻ ഡോക്ടറൊക്കെ സ്കൂളിലെ കാര്യം പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ ഈ കുട്ടികളുടെ ഇടയിലൊക്കെ പോലും ഇങ്ങനെ ഒരു അവബോധം നമുക്ക് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭാവിയിൽ അങ്ങനെ അവർക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടും എന്നാണ് നമ്മൾ ഇതിലൂടെ. ഇത് വളരെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു പേഴ്സണൽ എക്സലൻസ് ആണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ എക്സിക്യൂട്ടീവ് പ്രസൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ എക്സലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ മേഖലകളിലും ഇരിക്കുന്നവരെ അവരെ ഉണ്ടാവുന്ന ഓരോ ഗുണഗണങ്ങളാണിത്. അപ്പോൾ അത് നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവും. വേറെ ആർക്കെങ്കിലും കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇന്നത്തെ ഈ സെഷൻ നമുക്ക് വൈൻഡപ്പും ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ആ കാര്യം പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. വളരെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോഴാണ് എനിക്കും പലതരത്തിലുള്ള അതിനെക്കുറിച്ചുള്ള മറ്റ് ആംഗിളിൽ നിന്ന് പറഞ്ഞു കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലൊക്കെ നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ശുഭരാത്രിയും നേരുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ് സർ. Good night. Thank you. Thank you, sir. Thank you. Thank you, sir.